ഈ ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല ശേലായിരിക്കും. അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ തുറക്കാനായിട്ട് പറ്റത്തില്ല. തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന വാർത്ത ഒളിച്ചോട്ടാണ്. ഒളിച്ചോട്ടാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പോൾ പ്രമുഖ യൂട്യൂബർ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു വ്യക്തി, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത് എന്നുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ അന്യന്റെ ഭാര്യ ഒളിച്ചോടുമ്പോൾ അതിന്റെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അറിയാനായിട്ട് എല്ലാവർക്കും നല്ല താല്പര്യമാണ്. സ്വന്തം ജീവിതത്തിലേക്ക് വരാൻ നേരത്ത് അതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അനുഭവിച്ചവർക്ക് മാത്രമേ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിലും ചില കാര്യങ്ങൾ സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ നല്ലതിനായിരിക്കും, അല്ലെ? അപ്പൊ അദ്ദേഹത്തെ ഇതുപോലെ വ്യക്തിഗത ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോരം ട്രോളുകളാണ് ഇറങ്ങുന്നത്. ഒരുത്തരങ്ങോട്ട് എടുത്തിട്ട് ആഘോഷിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേകതയാണ് ആരാന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കുത്തിപ്പൊക്കി അത് നാട് നീളെ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞ് ഒരു ആത്മസംതൃപ്തി നേടുന്ന ഒരു പ്രത്യേക പ്രവണത. ഈ ഒരു കണ്ടന്റ് വിറ്റ് ഒരുപാട് പേർക്ക് അരി മേടിക്കാനായിട്ട് പറ്റി. ചില ആളുകൾക്ക് ഇത് വെച്ച് ഒരു എന്ത് പറയണ്ടേ റിയാക്ഷൻ വീഡിയോ ഉണ്ടാക്കാനായിട്ട് പറ്റി. അപ്പൊ എല്ലാവർക്കും വരുമാന മാർഗമായി. അപ്പൊ ഇത് അവനവന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഈ ഒരു വാർത്ത ഇതുപോലെ കാട്ടുതീ പോലെ പടരാനായിട്ട് കാരണം അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടാണ്. അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഒരു പബ്ലിക് ഫിഗർ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ദിവസം എത്രയോ ഒളിച്ചോട്ടങ്ങൾ ഈ കേരളത്തിൽ നടക്കുന്നു. ഒരുപാട് ഒളിച്ചോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് മാത്രം എന്താണ് ഇത്രയും വലിയൊരു സംഭവമായി മാറിയത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇടത്തില്ല. എനിക്കിത് വെച്ച് അരി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ടല്ലോ, കണ്ടവരുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആളുകളുടെ, പ്രമുഖരായിട്ടുള്ള ആളുകളുടെ കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇരുന്ന് വീഡിയോ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവർ പറഞ്ഞോളും, അല്ലെങ്കിൽ അവർ തന്നെ വന്നിട്ട് അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്തിട്ട് വലിയ രീതിയിൽ ആഘോഷിക്കേണ്ട ആവശ്യമില്ല. കുറെ ഈ ഫാമിലി പരമായിട്ടുള്ള, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇതുപോലത്തെ കണ്ടന്റുകളൊക്കെ മാക്സിമം ഒഴിവാക്കുക. അയാളുടെ മാനസികാവസ്ഥയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അയാളെ വ്യക്തിഗത ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു അഭിപ്രായം പറയാനായിട്ടാണ് വന്നത്. ഏതോ ഒരാൾ പറയുകയുണ്ടായി, ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, സംസാരിച്ചു, അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചു ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാനായിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു? മാന്യമായിട്ട് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞു. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ല. സുഹൃത്താണെന്നാണ് പറയുന്നത്, അടുത്ത സുഹൃത്ത്. അദ്ദേഹത്തിന്റെ ആ ഒരു കല്യാണം കൂടാനായിട്ട് പോയി, കല്യാണം കൂടി, നല്ല രീതിയിൽ ഫുഡും അടിച്ച് തിരിച്ചു വന്നു. എന്തായാലും അതെന്തേലും ആട്ടെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പല രീതിയിൽ എന്താ പറയണ്ടേ, എനിക്ക് താല്പര്യമുള്ള പരിപാടിയല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ. ഒരാളെ വ്യക്തിഗത ചെയ്യുക എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. പോയത് പോയി, സംഭവിച്ചു. പക്ഷെ എന്നാലും അദ്ദേഹത്തെ മാത്രം എന്തിനാണ് ഇങ്ങനെ വ്യക്തിഗത ചെയ്യുന്നത്? അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടായിരിക്കാം. ദിവസേന എത്രയോ ഒളിച്ചോട്ടങ്ങൾ ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം മാത്രം? കണ്ടന്റുകൾ ഒരുപാടുണ്ടല്ലോ വേറെ ചെയ്യാനായിട്ട്. ഇത് മാത്രം എടുത്തിട്ട് ഇങ്ങനെ ട്രോളാതെ